നമസ്കാരം. ന്യൂസിലാൻഡിൽ ശക്തമായ കാറ്റോടും മഴയോടും കൂടി വയ്യാനു ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുൻകരുതൽ നടപടിയായി നോർത്ത് ഐലൻഡിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ മെറ്റ് സർവീസ് നോർത്ത് ഐലൻഡിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടലിൽ 13 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നും ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തന്നെ വിച്ഛേദിക്കപ്പെട്ടു. വക്കാറ്റാനെ പോലുള്ള തീരദേശ നഗരങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് അധികൃതർ ഒഴിപ്പിച്ചത്. തിങ്കളാഴ്ചയോടെ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറയുകയും അത് ചാതം ദ്വീപുകളുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായതോടെ റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. 2023 11 പേരുടെ ജീവനെടുത്ത ഗബ്രിയേൽ ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച വലിയ ആഘാതത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ കരുതലോടെയാണ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത്. സമാനമായ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ അഭ്യർത്ഥിച്ചു. ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അടുത്ത 2 ദിവസത്തേക്കെങ്കിലും മാറി നിൽക്കണമെന്നും ജാഗ്രത കൈവിടരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. കടലിൽ 13 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പല പ്രദേശങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായതോടെ പലയിടത്തും റോഡ് ഗതാഗതം സ്തംഭിച്ചു. മുൻകരുതൽ നടപടിയായി തീരപ്രദേശങ്ങളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 24 മണിക്കൂർ കൂടി നോർത്ത് ഐലൻഡിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുമെന്നാണ് പ്രവചനം. തീരദേശ പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെ അധികൃതർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂർ നിർണായകമാണ്. തിങ്കളാഴ്ചയോടെ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എങ്കിൽ തന്നെയും മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നിരവധി നാശനഷ്ടങ്ങളാണ് ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നത്. പല വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. പല വീടുകൾക്ക് മുകളിലേക്കും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട്. ജനങ്ങൾ പൂർണ്ണ ഇരുട്ടിലാണെന്ന് വേണം പറയാൻ. എന്തായാലും നാളെയോടെ കാറ്റിന്റെ തീവ്രത കുറയാൻ സാധ്യതയുണ്ട്. അത് ചാതം ദ്വീപുകളുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങും എന്നാണ് കരുതപ്പെടുന്നത്. കനത്ത മഴയാണ് പലയിടങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗതമൊക്കെ ഇപ്പോൾ സ്തംഭിച്ച നിലയിലാണ്.